ഞാൻ പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. കുരുമുളക് ചിക്കൻ, അതായത് കുരുമുളക് ചേർത്ത ചിക്കൻ. അതിനാവശ്യമുള്ള സാധനങ്ങൾ: 1 കിലോ 1.25 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണമാക്കി 5-6 വെള്ളത്തിലൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് വളരെ ചെറിയ കഷ്ണമാണ്. ഈ പെപ്പർ ചിക്കൻ അധികം സ്പൈസസ് ഒന്നും വേണ്ട, എല്ലാം പൊടി വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, 1 തക്കാളി, 4 മീഡിയം സവാള അരിഞ്ഞത്, 1 വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 1 8 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 4 പച്ചമുളക്, 1 വലിയ തണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിയില അരിഞ്ഞത് ലാസ്റ്റ് ചേർക്കാനായി. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കും. പാത്രം ഒന്ന് ചൂടാകട്ടെ. ചൂടാകുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. ചൂടാകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി 4 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 4 പച്ചമുളകും ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായി വാടുമ്പോൾ നമുക്ക് 4 സവാള അരിഞ്ഞത് ചേർക്കാം. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നു. എല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ പെപ്പർ ചിക്കൻ സ്പൈസസ് വറുത്ത് പൊടിച്ച ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പൊടികൾ മാത്രം ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. ഉള്ളി ഒന്ന് വഴലട്ടെ. അതിനെ കുറച്ച് നേരം നമുക്കൊന്ന് അടച്ച് വെക്കാം. ചെറിയ സിമ്മിൽ വഴിയിട്ട് ഇതിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. ഉള്ളിയൊക്കെ ഒരുവിധം വഴ വഴണ്ടിട്ടുണ്ട്. ഈ സമയം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യമായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതൊന്ന് നന്നായി ഒന്ന് എണ്ണയിൽ മൂപ്പിക്കാം. അതിനുശേഷം 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത്. നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർക്കുന്നു. 1 ടീസ്പൂണും ചേർക്കുന്നു. ബാക്കി 1 ടീസ്പൂൺ ലാസ്റ്റ് നമ്മൾ ചേർക്കും. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പച്ചമണം മാറുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അടച്ച് വെച്ച് ഒരു 1 മിനിറ്റ് ഒന്ന് വഴറ്റാം. ഇതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും നമുക്ക് 1 തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പാത്രത്തിൻ്റെ അടുപ്പ് തുറന്ന് നോക്കാം. തക്കാളി എല്ലാം വെന്ത് മസാലയിൽ പിടിച്ചിട്ടുണ്ട്.
ഈ സമയം നമുക്ക് ചിക്കൻ ചേർക്കാം. ചിക്കനും മസാല എല്ലാം കൂടെ നല്ലതായി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ചു വെച്ച് 10 തൊട്ട് 15 മിനിറ്റ് വരെ വേവിക്കാം. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിലൊട്ടും വെള്ളം ചേർത്തിട്ടില്ല. ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇതിലിറങ്ങും. വീണ്ടും നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് തുറന്ന് നോക്കാം. ചിക്കനിൽ നിന്ന് ഒരുപാട് വെള്ളം വന്നിട്ടുണ്ട്. നമ്മളിതിലൊട്ടും വെള്ളം ചേർത്തിട്ടില്ല. എല്ലാം ഇളക്കി ഈ സമയം നമുക്ക് ഉപ്പും കൂടെ നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വറ്റിക്കാം. ചിലർക്ക് ചാറ് കുറവ് മതി, ചിലർക്ക് കൂടുതൽ വേണം. നമുക്ക് തുറന്ന് വെച്ച് ഇതൊന്ന് വറ്റിക്കാം. ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. മസാലയൊക്കെ ഒന്ന് വറ്റട്ടെ. ചിക്കനൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് മല്ലിയില വിതറാം. ചിക്കനൊക്കെ വറ്റി. ഇനി ഓഫ് ചെയ്യാം. ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ തണുത്ത ശേഷം നമുക്ക് ഒരു സേവിങ് ബൗളിലോട്ട് മാറ്റാം. പെപ്പർ ചിക്കനൊക്കെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സേവിങ് ബൗളിലോട്ട് മാറ്റാം. വെളിയിൽ പെപ്പർ ചിക്കൻ റെഡി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ഇത് ചോറ്, ഫ്രൈഡ് റൈസ്, അപ്പം, ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിനെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം നമുക്ക് ഈ പെപ്പർ ചിക്കൻ.